നമ്മൾ പ്രവാസികളായ ചങ്കുകളിൽ ആരെങ്കിലും ഒരാൾ നാട്ടിൽ പോയി വന്ന അന്നത്തെ ദിവസം കുശാലാട്ടോ. അപ്പോൾ നാട്ടിൽ പോയി വന്ന ആളാണ് ഇപ്പോൾ എനിക്ക് ഈ കൈ തരുന്നത്. അപ്പോൾ ഇതെന്തിനാണ് കൂടണമെന്നല്ലേ? ഇതാ കണ്ടിയില്ലേ, നല്ല കായ വറുത്തതും അലുവയും മിച്ചറും പഴവും അതുപോലെ തന്നെ നല്ല ഇറച്ചും പത്തിരിയും കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു റൂമിൽ ഇങ്ങനെ ഒത്തുകൂടും. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൾ ദിവസം തന്നെയാണ്. അപ്പം അടുക്കളയിൽ നമ്മളെ ചങ്ക് ബീഫും പത്തിരിയും കപ്പയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇപ്പുറം റൂമിൽ കുറച്ച് പേര് പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകും. സാധനങ്ങളൊക്കെ റെഡിയായി എന്നുള്ള സിഗ്നൽ കിട്ടുമ്പോൾ നമ്മളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും ഇവിടെ എടുത്തുകൊണ്ടിരിക്കും. ഇനി സാധനം വന്നു കഴിഞ്ഞാലാണ് രസം. വളമ്പുന്ന ആൾ മറ്റുള്ളവർക്ക് കൂടുതലോ കുറവോ വളമ്പാനും പറ്റില്ല. കാരണം കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒരു തമാശയാണ് കേട്ടോ, ആർക്കും ആർത്തി ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ അതൊക്കെ ഒരു രസം. ഇതൊക്കെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും പ്രവാസിയാവണം. നമുക്ക് ഈ ഒരു വൈബ് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ റാത്തോട് കൂടി കഴിച്ചു. നല്ല ബീഫും പത്തിരിയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലുള്ള ക്യാരം ബോർഡിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. എന്തിനാന്നല്ലേ, ഇതൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് കളിച്ച് ഒന്ന് പിരിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വൈബ് വേറെ തന്നെയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എങ്ങനെയായാലും കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു. ഇന്നത്തെ ദിവസം കുശാലായി. അപ്പോൾ ഓക്കെ, ബൈ.